ജിന്നയെ കാട്ടിപ്പേടിപ്പിക്കാൻ കഴിയില്ല. ജിന്ന ഇവിടെ യഥാർത്ഥ ചരിത്രം പറയുക അയാൾ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളല്ലേ. അംബാസിഡർ ഓഫ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നല്ല ജിന്നയെ പറ്റി പറഞ്ഞത്. അതാരാ പറഞ്ഞത്? ലീഗാറല്ല, ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞത്. അതേ പേരിലൊരു പുസ്തകം ഇത് സരോജിനി നായിഡു, സരോജിനി കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിലെ ഈ പുസ്തകം ജിന്നയെപ്പറ്റി. അങ്ങനത്തെ ആളെപ്പറ്റി പേടിപ്പിക്കുക. ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ ജിന്ന ഉണ്ടാക്കിയതല്ലേ. അയാളെ ഒസ്യത്തിൽ ഇത് വെച്ച് അയാളുടെ സ്വത്തുക്കളെ മൂന്നിലൊന്ന് ബോംബെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനാണ്, കറാച്ചി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനല്ല. പിരിഞ്ഞതിന് ശേഷവും പാകിസ്ഥാൻ ഉണ്ടായതിനു ശേഷമാണ് ജിന്നിൻ്റെ ഒസ്യത്ത് വരുന്നത്. ആ ഒസ്യത്തിൽ പറഞ്ഞ ഈ സ്വത്തിൻ്റെ മൂന്നിലൊരംശം ബോംബെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണം. അപ്പോൾ ഈ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇപ്പോഴും ലീഗിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൈ കഴുകാൻ സാധിക്കാത്തൊരു സാഹചര്യം. അതല്ലേ, അത് ചരിത്രത്തിൻ്റെ അനിവാര്യതകളിൽ ഒന്നായിരുന്നു വിഭജനം. ഇപ്പോൾ ഈയിടെ ഫാത്തിമ തഹ്ലിയെ പറ്റി ആരോ പറഞ്ഞു മുസ്ലിം ലീഗിലെ ആദ്യത്തെ വനിതാ എം എൽ എ. ഞാൻ പറഞ്ഞല്ല, മദ്രാസ് സംസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന് 29 അംഗങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ ബീഗം അമീറുദ്ദീൻ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു. അവരേത് നവാബ് കുടുംബത്തേറ്റാണെന്ന് തോന്നുന്നു. അന്ന് തമിഴ്നാട് സംസ്ഥാനത്തിൽ MA പാസ്സായ ഒരേ ഒരു മുസ്ലിം സ്ത്രീ അവരായിരുന്നു. അവർ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ലീഡർ. ഇസ്മായിൽ സാഹിബ് ലീഡറും ബീഗം അമീറുദ്ദീൻ ഡെപ്യൂട്ടി ലീഡറായിരുന്നു. ഞാൻ പറഞ്ഞു ഏത് പുസ്തകം? നിങ്ങളെ പുസ്തകം എന്ത് പുസ്തകം? ഞാൻ അറിയാം. ഉണ്ടല്ലോ, നോക്കി നമുക്കിങ്ങനെ കൂമ്പാരമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പുസ്തകം. ചരിത്രത്തിൻ്റെ ചർച്ചയിൽ MC വളരാൻ പ്രിൻ്റ് ചെയ്ത് അറിഞ്ഞിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ അതിശയം, എനിക്ക് രോഷവും എന്ന് സന്തോഷവും ഒരു ഗന്ധകാരനെന്ന് പറഞ്ഞാൽ അതൊരു സംഗതിയല്ല. ഞാൻ കുട്ടിയാംസേൻ്റെ അടുത്ത് കാര്യം, കുട്ടിയാംസേനെയൊക്കെ അറിയാം നേരത്തെ. കുട്ടിയാം സാഹിബ് തന്നെ ഞാൻ അസ്സലാമു അലൈക്കും ഇരിക്കുന്ന പറഞ്ഞ ഒരു ചെക്കിങ് എടുത്തു. അതിനടുത്ത് എഴുതി വെച്ച ചെക്ക 350 ഉറുപ്പ്യുണ്ട്. 350 ഉറുപ്പ്യ അന്ന് തിരക്കില്ലാത്തൊരു പൈസ. ഇപ്പോൾ MC പറയുന്ന കഥകളിൽ, പറഞ്ഞ കഥകളിൽ എൻ്റെ മനസ്സിൽ തട്ടിയ കുറേ കഥകളുണ്ട്. അതിലൊന്ന് മനാറുൽ ഇസ്ലാം സഭ വടകരയിൽ ഉണ്ടാക്കുന്ന സമയത്ത് സീതി സാഹിബ് അനുഭവിച്ച ത്യാഗമാണ്. അതായത് മനാറുൽ ഇസ്ലാം സഭ രൂപീകരണ കാലത്ത് സീതി സാഹിബ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ശരിയല്ല. അല്ല, ഓരോ പിന്നീട് അതിൻ്റെ നിലനിർത്തുന്നതിലോ രൂപീക്ക് 1925 25 സീതി സാഹിബ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അല്ല, ഓരോ ഘട്ടത്തിലും അതിലൊക്കെ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ഇവിടുത്തെ യാഥാസ്ഥിക സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയൊക്കെ അത് ഭയങ്കര സംഗതി. അതെന്താ വെച്ചാൽ, അങ്ങനെ ഒരു പള്ളിയിൽ ഒരു മൊയ്ലാർ വന്നിട്ട് മതപ്രസംഗം നടത്തി. ഇവിടെ സ്കൂളിൽ ആരും പോകാൻ പാടില്ല എന്നിട്ട്, ഇത് വഹാബിയുള്ള സ്കൂളാണ്, പിന്നെ ഇത് ഹറാമാണ്, ഇത് പഠിക്കാൻ പാടില്ല. അപ്പോൾ മൊയ്ലാന്മാർക്ക് വലിയ സ്വാധീനമുള്ള സമുദായം ഇവിടെയുള്ള. അപ്പോൾ കുട്ടികളെ അയക്കാണ്ടെന്ന് സ്കൂളിൽ തീരെ ശുഷ്കിച്ച അവസരം. അപ്പോൾ ഇവിടുത്തെ പ്രമാണിമാർ എല്ലാം ഉണ്ട് ഇയാളുടെ കൂടെ. അങ്ങനെ സ്കൂൾ കമ്മിറ്റിക്കാർ രക്ഷിതാക്കന്മാരെ യോഗം വിളിച്ചു കൂട്ടി, നാട്ടുകാരെ യോഗം വിളിച്ചു സ്കൂളിൽ. അന്ന് CS സാഹിബിനെ വിളിച്ച് CS സാഹിബിനോട് പ്രസംഗിച്ച് പ്രമാണിത്വം പറയാൻ വെച്ചാൽ CS സാഹിബിനേക്കാൾ വലിയ പ്രമാണിമാർ ആരും അക്കൂട്ടത്തിലില്ല. ഇവരും വലിയ പ്രഭു കുടുംബത്തിലുള്ള ആളല്ലേ, അതിലും വലിയ പ്രഭു ഇക്കൂട്ടത്തിൽ ആരും ഇല്ല, ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ഇസ്മായിൽ സാഹിബിനെ കവച്ച് വെക്കാൻ, അല്ല CS സാഹിബിനെ കവച്ച് വെക്കാൻ ആർക്കും കഴിയില്ല. അവിടുത്തെ എല്ലാവരും ഒപ്പിരാജി മമ്പുമാജി ഓട്ടിയായിരുന്നു, എല്ലാവരും ഇയാൾക്കറിയാം. CS സാഹിബിന് കുറേയൊക്കെ അറിയാം, തലശ്ശേരിയല്ലേ. അപ്പം CS സാഹിബ് പറഞ്ഞ് നമ്മൾ പലരും കച്ചവടക്കാരാണ്, മുമ്പിലിരിക്കുന്ന കച്ചവടം, നിങ്ങൾ പല കച്ചവടം ചെയ്യുന്നവരാണ്, മരക്കച്ചവടം, കൊപ്പറ കച്ചവടം. ഈ കച്ചവടത്തിനൊക്കെ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നില്ലേ, ആ ഫോണിൽ കൂടി നമ്മൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ സമ്പാദിക്കുന്നില്ലേ, ഈ ഫോണ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചാൽ അതിലെന്താണ് തെറ്റ്? ഇങ്ങനെ ഓരോ നിത്യ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി. പിറ്റേന്ന് കുട്ടികൾ വരാൻ സ്കൂളിൽ സിസായ ഒറ്റ പ്രസംഗം. അങ്ങനത്തെ അത്ഭുതകരമായ പല സംഗതികൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇൻജക്റ്റ് ചെയ്തു എന്ന് പറയാം. അതെ. പിന്നെ മലയാളത്തിലെ കലാ സാഹിത്യം, മലയാള ഭാഷ, ഇതിനോട് മുസ്ലിം സമുദായത്തെ ബന്ധിപ്പിച്ച CHN അല്ലേ, അല്ല സി സാഹിബ്, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം. അന്ന് മൂർക്കോത്ത് കുമാർ എഴുതിയിട്ടുണ്ട്. അന്ന് കേട്ട പ്രസംഗങ്ങളുടെ ഏറ്റവും നല്ലത്
സിദി സാഹിബ്. സി സാഹിബിൻ്റെ പ്രസംഗം അന്ന് ഈ സിദി സാഹിബിനെ കാണാൻ വടകരയിൽ നിന്ന് കുറച്ച് ആളുകൾ പോയ കഥ പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുകൾ ഇങ്ങനെ ലീഗിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അത് 48 അതിൻ്റെ നിലനിൽപ്പിൻ്റെ കാലത്ത് പ്രധാനപ്പെട്ട പ്രമാണിമാരെല്ലാം മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് പരസ്യം വാർത്ത വരാത്തതുകൊണ്ട് പരസ്യം ഞാൻ ലീഗിൽ നിന്ന് രാജിവെച്ചിരിക്കുന്ന മട്ട് പൈസയും കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു കാലത്ത് ഇവിടുത്തെ 3-4 കുട്ടികൾ ചെറുപ്പക്കാർ MC മഹമ്മൂദ് എന്നുള്ളപ്പെട്ട 3 ആളുണ്ട്. അവരൊക്കെ തലശ്ശേരി പോയി സീസാവിനെ കാണാൻ പോയി. സീസാവ് എന്താ വന്ന് അപ്പോൾ വടകര അതല്ല വടകരയിലെ ചില ആൾക്കാരെ പിടിച്ച് NP കുഞ്ഞാം സാഹിബ് രാജിവെക്കാത്ത ഒരാൾ അവിടെ ഉണ്ട്. കുഞ്ഞാം സാഹിബിന് സുഖം തന്നെ എന്ന് ചോദിച്ചാൽ എന്താ സ്ഥിതി പറഞ്ഞു. എല്ലാവരും രാജിവെക്കുന്നതെന്ന് പറഞ്ഞു വടകരയിൽ നിന്ന്. എല്ലാ ആൾക്കാരും രാജിവെക്കുകയാണ്. അപ്പോഴോ നിങ്ങളോ? ഞങ്ങൾ രാജിവെക്കുന്ന ഒക്കെ ഉദ്ദേശിക്കുന്ന സി സാഹിബ് എന്ന്. അപ്പോൾ സി സാഹിബ് ചാന്ത നിങ്ങൾ രാജിവെക്കാത്ത അല്ല നിങ്ങൾ രാജിവെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പോലീസ് നിങ്ങളെ പിന്നാലെ വരും, നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾക്കൊരു കച്ചവടം നടത്താൻ കഴിയില്ല, നിങ്ങൾക്ക് ജോലി എടുക്കാൻ കഴിയില്ല, നിങ്ങളുടെ മക്കൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടില്ല, നിങ്ങളെ പോലീസ് എപ്പോഴും നിങ്ങളെ സംശയിച്ചുകൊണ്ടിരിക്കും, ഇതൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഈ ഭവിഷ്യത്ത് മുഴുവൻ പറഞ്ഞു കൊടുത്ത് ലീഗല്ല. അപ്പോൾ പറഞ്ഞ് ഞാൻ രാജിവെക്കുന്നില്ല. അപ്പോൾ ഇതല്ലോ അയാൾ വേണമെങ്കിൽ അന്നേരം ചെയ്യുക, രാജിവെക്കുന്നില്ല ഇല്ല എന്നാൽ അവിടെ നിൽക്കുന്ന പറഞ്ഞു. പ്രഭു അകത്ത് കയറി പോയി ചേച്ചി ഷർട്ടിലിട്ട് വന്നിട്ട് പറഞ്ഞല്ലോ ഒരു ചെറിയ പ്രശ്നം വരുമ്പം തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ വലിയ പ്രശ്നം വന്നാൽ ഇസ്ലാമം തന്നെ നമ്മൾ രാജിവെക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് നിങ്ങളെ ധീരതയെ ഞാൻ അഭിനന്ദിക്കുക. എന്നിട്ട് അവസാനം പറഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് മടങ്ങിപ്പോയിക്കോ, ലീഗിനെ ശക്തിപ്പെടുത്തിക്കോ, നിങ്ങളുടെ നേതാവായിട്ടും നിങ്ങളുടെ രക്ഷിതാവായിട്ടും നിങ്ങളുടെ വക്കീലായിട്ടും ഞാനിവിടെ ഉണ്ടെന്ന്. അത് എന്നോട് പറഞ്ഞ ആൾ അത് പറയുമ്പോൾ ഇങ്ങനെ കരയുന്നുണ്ട്, കണ്ണീർ ഒപ്പിച്ചു മാറി. ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ട് കുറച്ച് ലേശൊരു പോക്കിരിയൊക്കെ പോയാൽ ലേശൊരു ഒരു കയ്യക്കളിയൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ പോയി ബഹളവും അടിയും കുരുമാൽ ലഹളയിലായിട്ട് അങ്ങനെയാണ് ഇവിടെ അത് കെട്ടിപ്പടുത്ത്. പ്രത്യേകിച്ച് അന്ന് കാലിച്ചാക്ക് തൊഴിലാളികൾ അവരാണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. കാലിച്ചാക്ക് തൊഴിലാളികൾ അവരാണ് ഇത് വടകരയിൽ ഇത് കെട്ടിപ്പടുത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കെട്ടിപ്പടുത്ത് വീട് തൊഴിലാളികളെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ കാലിച്ചാക്ക് തൊഴിലാളികളാണ് ലീഗിനെ കെട്ടിപ്പടുത്ത്. അങ്ങനെ അത് ഇവിടെ മാത്രമല്ല വളപട്ടണം, പൊന്നാനി മുതലായ സ്ഥലങ്ങളിലൊക്കെ തൊഴിലാളികൾ സാധാരണക്കാർ കെട്ടിപ്പടുത്ത് കൈവണ്ടി തൊഴിലാളികളാണ്. അവരെ കോഴിക്കോട്ട് ബാക്കി മുതലാളിമാരൊക്കെ കൈവണ്ടി ലീഗ് കൈവണ്ടി ലീഗിനെ തോൽപ്പിക്കുന്ന നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞേ നമ്മൾ ഡോക്യുമെൻ്ററി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ CH കണ്ട ആദ്യമായി കണ്ടൊരു ഓർമ്മ എങ്ങനെയാണ്? സംസാരിക്കുകയൊക്കെ ചെയ്തു. MSF കാലത്ത് കണ്ടിട്ട് പല തവണ കോഴിക്കോട് MSF ഉള്ളപ്പോൾ മൂപ്പര് അതിൻ്റെ ചെയ്തികൾ അന്വേഷിക്കും. കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ അവിടുത്തെ ചന്ദ്രയെ പ്രസി പോയിട്ട് PM അവിടുത്തെ ചന്ദ്രയുടെ അല്ല അത് കുറേ കഴിഞ്ഞിട്ടാണ്. അന്ന് ഇതൊക്കെ കഴിയുമല്ലോ. പിന്നെ PM കൂടെ പോവും ഇവിടെ പത്രം ഓഫീസിൽ. അപ്പോൾ CH അവിടെ അന്നേരം കുട്ടികളെ 5-10 കുട്ടികളിലുണ്ട്, അധികം ഇല്ലല്ലോ അന്നങ്ങനെ ഒരു ചെറിയൊരു പരിചയം. പിന്നെ എൻ്റെ വീട് ഇവിടെ അല്ല, ശരിക്കുള്ള അവിടെ മെയിൻ റോഡിൽ വീരഞ്ചേരി ജനതാ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു. അതിൻ്റെ അടുത്താണ് ബാഫയ്ക്ക് തങ്ങളെ പാണ്ഡ്യശാല, വലിയ വിശാലമായ പാണ്ഡ്യശാല. ഈ നേതാക്കന്മാരൊക്കെ വന്നാൽ അവിടെയാണ് ക്യാമ്പ്, രാത്രി താമസം CH ഒക്കെ. അപ്പോൾ ഒരു ദിവസം രാവിലെ രാത്രിയാണ് CH അവിടെ ക്യാമ്പത്ത് മനസ്സിലായി, വീട്ടിൻ്റെ അടുത്തല്ലേ. അപ്പോൾ രാവിലെ ഞാൻ കാണാൻ പോയി. അന്നേരം ഒരു തോർത്ത് മുണ്ടോട്ടിട്ട് ഈ എണ്ണയിലിട്ട് 30 അങ്ങനെ നിൽക്കുക CH കാഴ്ച. ഫോട്ടോ അന്ന് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാൻ പറഞ്ഞ ഒരു കഥ എഴുതിയിട്ട് അയച്ചു കൊടുത്ത്. കഥ എന്ന് പറഞ്ഞാൽ അതിനെ കഥ എന്ന് വിളിക്കാമെന്ന് പാടില്ല, എന്തോ അത് തന്നെ ഒരു 2 പേജ് കൂടെ ബാക്കി അയക്കുക. അതിനോട് മറന്നുപോയിട്ട് അതിങ്ങനെ അയച്ചിട്ടുണ്ട്. അത് വെറുത്തെന്ന് പറയണേ പോയെ. പ്രത്യേകിച്ച് പറഞ്ഞ് കഥകളെ സംബന്ധിച്ചൊക്കെ നല്ല വിവരമുള്ള PM മുഹമ്മദ് കോയ എന്ന് പറയുന്ന ആളാണ് കഥകളൊക്കെ നോക്കുന്നത്. ഞാൻ അയാളോട് പറയാം ഇതിനെപ്പറ്റി നല്ല വിവരം, PA പറ്റി മൂപ്പര് 2 വരികൾ ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആളാണ് നോക്കുന്നത്. അതുകൊണ്ട് ഇത് വന്നാലും വന്നിട്ട് ഇനി എഴുതിക്കൊണ്ടേ ഇരിക്കണം
എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോത്സാഹനം. അതാണ് ഒരു ഹൃദ്യമായ രീതിയിൽ സംസാരിച്ച ആദ്യത്തെ അനുഭവം. പിന്നെ പലപ്പോഴും പല രീതിയിൽ ഒന്നിച്ച് കൂടിയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു സംഭവം ചില തിരുവള്ളൂരിൽ വെച്ചിട്ട് ഒരു ഇലക്ഷൻ കാലം, അപ്പോൾ ഒരു ലേഖനം എൻ്റെ കീശയിലുണ്ടായിരുന്നു. അതിന് അയക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടില്ല. അപ്പോൾ വലിയ പ്രകടനം, തിരുവള്ളൂരിലെ വലിയൊരു പ്രകടനം ഇങ്ങനെ നടന്നത്. പ്രകടനം നടക്കുന്നത് CH അവിടെ വന്നിട്ടുണ്ട്. സ്റ്റേജിൻ്റെ മുകളിൽ CH മാത്രമേ ഉള്ളൂ. ജനങ്ങളൊക്കെ പ്രകടനത്തിലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യം അപ്പം വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ CH തിരഞ്ഞെടുപ്പല്ലേ നടക്കുന്നത്, ഇങ്ങനെ ലേഖനങ്ങളൊക്കെ എഴുതണം, എന്താ അങ്ങനെ ഇത് ഞാൻ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മൂപ്പര് കൈ കൊടുത്തു. മൂപ്പര് വായിച്ചിട്ടാ, ഇത് ഇങ്ങനെ കൊടുത്തൂടാ, ഇത് ഇലക്ഷൻ സെറ്റ് സൈഡ് ചെയ്തു, ഇത് അങ്ങനെ കൊടുത്തിക്കഴിഞ്ഞ് ലേശം അത് അതിൻ്റെ കുറേ വരികളൊക്കെ മാറ്റണം, ഇങ്ങനെ കൊടുത്താൽ ഇലക്ഷൻ മയപ്പെടുത്തണം, സെറ്റ് സൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞ മാറ്റമെല്ലാം വിരുത്തി അയച്ചു കൊടുത്തു. ലേഖനം വന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് CH ഇലക്ഷൻ അസാധുവാക്കി സെറ്റ് സൈഡ് ചെയ്തു. ഇക്കാരണം കൊണ്ടല്ല, ഇത്ര വരെ അയാൾ ശ്രദ്ധിച്ചിരിക്കുന്നു പറഞ്ഞു, എന്നിട്ട് അയാൾക്ക് പറ്റി. അതാ നോക്കുന്നത്, ഭയപ്പെട്ട അതേ കാരണം കൊണ്ട്. ആ കാരണം കൊണ്ട് അതായാലും രസം. എനിക്ക് തോന്നുന്നു MC കൂടുതൽ ഒരു ആത്മബന്ധം CH-നോടായിരിക്കും ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ആ തലമുറ അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് CH-ന്റെ ജീവചരിത്രം അത്രയും വൈകാരികമായി എഴുതിയത്. ഇപ്പം ഞാനൊക്കെ CH-ന്റെ ജീവചരിത്രം വായിച്ച് ലീഗായ ഒരാളാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു സാഹിത്യകൃതി എന്ന് പറയുന്നത് MC-യുടെ CH-ന്റെ ജീവചരിത്രമാണ്. ആദ്യത്തെ പതിപ്പാണ്. ഞാൻ ദിവസം രാവിലെ ചന്ദ്രനെ നോക്കുന്നേരം CH മുഹമ്മദ് ജീവചരിത്രം MC വടകര എഴുതുന്നു. പരസ്യം മേച്ചേരി കൊടുത്തു. ആഴ്ചയിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നോട് പാട് ഞാൻ ഇത് മുമ്പ് ശീലമുണ്ടോ? നിർബന്ധമായി ഒന്ന്. പിന്നെ ഞങ്ങൾ ഉറങ്ങുക എന്നൊരു ഒരു വാചകം എഴുതിയിട്ട്, അതാണ് ഞാൻ ആദ്യത്തെ വരി, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. കട്ടിക്കൂരിരുട്ടിൻ്റെ തിരശീലയിൽ ജീനിയും കടിഞ്ഞാണുമില്ലാതെ കടന്നുപോയ കാലമാം ജവനാശ്വത്തിൻ്റെ കാൽപ്പെരുമാറ്റത്തിന് കാതോർക്കാതെ മൂഢസങ്കല്പങ്ങളിൽ മൂടി പുതച്ചുറങ്ങുകയായിരുന്നു ഞങ്ങൾ. ഈ ഒരു വരി എഴുതാൻ എത്ര ദിവസം സമയമെടുത്തു? അല്ല, ഞങ്ങൾ ഉറങ്ങുന്ന ഇങ്ങോട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. പിന്നെ റഷീദിൻ്റെ റൂമിലായിരുന്നു നമ്മളെ സഹവാസം. കോഴിക്കോട്ടെ MES ഹോസ്റ്റൽ, അവിടെയാണ് നമ്മളുടെ ക്യാമ്പ്. ഇവരിങ്ങനെ നിർബന്ധിക്കും, ജാഫറത്ത് വിളിക്കുന്നുണ്ട്, ഇതെന്താ KK മൊയ്തീൻ്റെ സംയോജകൻ മരിച്ചുപോയ അറിയേ KK മൊയ്തീനെ? കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരികേജ്. പിന്നെ അന്ന് CH ഉണ്ടായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോയി ഇങ്ങനെ അലച്ചിൽ റിസർച്ച് തന്നെയായിരുന്നു. ഈ അത്തോളിൽ പോയി അടുത്ത് ഓരോ ആളോടും പോയി ചോദിച്ച്, അങ്ങനെ CH-ൻ്റെ അടുത്ത് തന്നെ പോയി. CH എന്താ വലിയ ഒരു ഇതില്ല, ആരോഗ്യമില്ലാത്ത കാലത്ത് ഞാനും മൊയ്തും പോയതാണ്. ആദ്യ അധ്യായങ്ങളൊക്കെ CH വായിച്ചിട്ടുണ്ടാവും. 8 അധ്യായം വായിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇനിയിപ്പോൾ പഴയ കാലത്തിൽ ആരോടൊക്കെ ചോദിക്കണം. അപ്പോൾ പാത്തിര മാഷുണ്ട്, അയാളോട് ചോദിച്ചാൽ പറയുന്നത്. അങ്ങനെ പാത്തിര മാഷ അടുത്ത് വന്ന് അതിനകത്ത് പേരിൻ്റെ കഥയൊക്കെ അയാളെ സ്കൂളിൽ പോയി ആ മീൻ പിടിച്ച ചൂണ്ടയിട്ട് അതൊക്കെ പാത്തിര മാഷ പറഞ്ഞാന്ന്. പിന്നെ അത്തോളിയുടെ സെർസയ്യെന്ന് CH വിളിക്കുന്ന ഈസക്കുട്ടി മാഷുണ്ട്. ഈസക്കുട്ടി മാഷ് അന്ന് മരിച്ചു വയ്ക്കും. അവരെ പറ്റിയൊക്കെ പിന്നെ മുഴുവൻ മൂപ്പർ പറഞ്ഞ് എഴുതാൻ പറ്റില്ലേനൊന്ന്. മൂപ്പർ സെൻസ് ലേശം റോങ്ങേനൊന്ന്. അപ്പോൾ കൊല്ലവും കാര്യമൊക്കെ കുറച്ച് റെഫറൻസ്. പിന്നെ CH-ൻ്റെ ഉറവ മുഴുവൻ രാഷ്ട്രീയ ഉറവ ജിന്നയിൽ നിന്ന് വരുന്നത്. ഭയങ്കര ജിന്ന വാദ്യമാണ് CH. എല്ലാം ഉറക്കലും ഊണിലും ഒക്കെ ജിന്നയെ ഉദ്ധരിക്കുക. അയാൾ ഈ പറഞ്ഞ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലേ, കിച്ചൺ ക്യാബിനറ്റ്, ഡച്ച് ആർമി എന്നൊക്കെ CH-ൻ്റെ അതൊക്കെ ജിന്നാ സാഹിബിൻ്റെതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജിന്നാ സാഹിബിനെ കുറിച്ചുള്ള ഒരു പ്രസംഗം വന്നത് G. സുധാകരൻ്റെയാണ്. അത് കുറച്ച് അറിവുണ്ട്. ആ സമയത്ത് എല്ലാവരും ഓർത്തു. ഇതിൽ ഒരു ഷേക്സ്പിയർ കവിത ഉദ്ധരിച്ച് ജിന്നാ പ്രസംഗിച്ചില്ലേ, ലീഗിന് വർഗീയ എന്ന് പറഞ്ഞപ്പോൾ റോസ് വിൽ സ്പെൽ വാട്ട് എവർ ഇറ്റ് മേ ബി നെയിംഡ്. ഇതിലെ ഒരു പനിനീർപ്പ് പിന്നെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാൽ അതിൻ്റെ സൗരഭ്യം അവിടെ നടന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ പോലെ സൗരഭ്യം വാർത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറയില്ലേ.
അതൊക്കെ സിഗരറ്റ് പ്രസംഗിക്കുക, അതൊക്കെ ജിന്നാസാവിൻ്റെ താഴല്ല. പിന്നീട് എനിക്ക് ജിന്നൻ്റെ പ്രസംഗങ്ങൾ വായിക്കുമ്പോൾ അതെല്ലാം അതിലുണ്ട്. CH പറയുന്ന പ്രയോഗങ്ങളൊക്കെ അതിലുണ്ട്. അപാരമായ സ്വാധീനം ജിന്നുണ്ട്. പിന്നെ ജിന്ന എന്ന് പറയുക നബി കഴിഞ്ഞാൽ പിന്നെ ജിന്ന എന്നുള്ള രീതിയിലാണ് CH. ഈ MC-ക്ക് ഇപ്പോൾ MC-നോട് ചോദിക്കണം എന്ന് വിചാരിച്ചാണ്. അതായത് ഇപ്പോൾ ജിന്ന സാഹിബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ നമ്മുടെ രാഷ്ട്രീയ 100 വർഷങ്ങൾ, അതായത് മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ 100 വർഷങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകം, അതിനുമുമ്പ് അതിൻ്റെ പേര് ചരിത്ര ദശാസന്ധികൾ എന്നായിരുന്നു. എന്തായാലും ആ പുസ്തകത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അത് പറയാം. അത് ഞാൻ ആദ്യം കോഴിക്കോട് താലൂക്ക് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം കൊടുവള്ളിയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതോടനുബന്ധിച്ച് ഒരു സൊവനീർ KP കുഞ്ഞിമൂസ എഡിറ്ററായിട്ടുള്ള ഒരു സൊവനീർ ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു ലേഖനം അയച്ചു. ആ ലേഖനം KP കുഞ്ഞിമൂസൻ്റെ കയ്യിലാണ്. ആദ്യം ലേഖനം എത്തുമ്പോഴത്തേക്ക് സോവനീർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. KP കുഞ്ഞിമൂസ എന്ത് പറഞ്ഞത്, അത് ചന്ദ്രിയ വാരാന്ത്യപ്പതിപ്പ് അങ്ങോട്ട് കൊടുത്ത്. ചന്ദ്രിയ വാരാന്ത്യപ്പതിപ്പിൽ 1-ാം പേജിൽ തന്നെ 8 കോളത്തിൽ കൊടുത്ത്. ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ നിന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൽ മുസ്ലിം ലീഗിൽ കൂടി അയാൾ ചേർത്ത്, മുസ്ലിം ലീഗ് ചരിത്രത്തിൽ. അങ്ങനെ എഴുതിയിട്ട് ഉടനെ എനിക്കൊരു ടെലിഗ്രാം, അന്ന് ഫോണൊന്നും അത്രയധികം, ഫോൺ ബുക്ക് ചെയ്താൽ കിട്ടപ്പോൾ അടുത്തിലേക്കും കൂടി അയക്കുന്നു. തുടരും അടിയിൽ അടിയിൽ തുടരുന്ന ഇയാളെഴുതി, എന്നിട്ട് അടുത്തിലേക്ക് അയക്കുന്നത്. ഞാൻ എവിടെ നിന്ന് അയക്കാനാ? അവസാനം കഷ്ടപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഇത് എഴുതാനുള്ള കാരണം വെച്ചാൽ അന്ന് PK ശരത് കുമാർ പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻകുള്ള ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. അയാൾ മരിച്ചു. അയാൾ വാട്ട് പ്രൈസ് പീഠം എന്ന് പറഞ്ഞ പിന്നെ റസാഖാൻ്റെ പുസ്തകത്തിനെ പറ്റി റബ്ബി എഴുതിയത് മാതൃഭൂമിയിൽ. അപ്പോഴാണ് അതിനെപ്പറ്റി ലീഗിൻ്റെ പഴയ കഥയൊക്കെ ഞാൻ, ആ പുസ്തകം ഇവിടെ കിട്ടാനില്ല. ഞാൻ ശരത് കുമാറിൻ്റെ വീട്ടിൽ പോയി, വീട് കണ്ടുപിടിച്ചിട്ട് അയാൾ ദിവസം ഇങ്ങനെ പുസ്തകം ഒന്ന് വായിച്ചത് കിട്ടും. അയാൾ വേഗം എടുത്തു. ഞാൻ മടക്കി കൊടുത്തില്ല. മടക്കി കൊടുക്കുക അയാൾ മരിച്ചു. ശരത് കുമാർ മരിച്ചു. പിന്നെ മടക്കി കൊടുക്കാൻ കഴിയുള്ളൂ. പുസ്തകം അത് പിന്നെ എൻ്റെ ഒരു കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ അതിലുള്ള അതിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ട്, ധാരാളം വിവരങ്ങളുണ്ട്. അതൊക്കെ ശേഖരിച്ച് 2 ലക്കം അയച്ച്. പിന്നെയും പറഞ്ഞു 3 ലക്കം അയക്കാൻ പറഞ്ഞു. അത് കഴിച്ചാൽ പിന്നെ 4 അയക്കാൻ പറഞ്ഞു. ഇങ്ങനെ 4-5 അയച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞു, എനിക്ക് പറയരുത്, എന്നെക്കൊണ്ട് കയ്യിൽ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അന്നേരമൊക്കെ ജോലിയുണ്ട് എനിക്ക്. അതാ രസം. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെ അതെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അവർ MC എന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ട് ദേവമോഷ MC വടകറാന്നാക്കി. നീ വടകരക്കാർ എഴുതിയ വടകർക്ക് ഇത് കിട്ടേണ്ടത് നമുക്ക് MC വഴി മമ്മോഷാക്കി. ഞാൻ MC എന്ന് മാത്രമേ എഴുതിയില്ല. അങ്ങനെ ലേഖനം 5 അവിടെ കഥ അവസാനിക്കുന്നില്ല. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചന്ദ്രികയിൽ പോയപ്പോൾ കുട്ടിയാപ്പ് സാഹിബാണ് മാനേജിങ് എഡിറ്റർ. PK മുഹമ്മദിലെ മാനുവിനെ കണ്ടപ്പോൾ മാനുവിനോട് ഞങ്ങളെ പുസ്തകത്തിന് അവതാരം ചെയ്യാനാണ് എഴുതിയെന്ന്. ഞാൻ പറഞ്ഞു, ഏത് പുസ്തകമോ? നിങ്ങളെ പുസ്തകം. എന്ത് പുസ്തകം? ഞാൻ അറിയാം. ഉണ്ടല്ലോ, നോക്കി നമുക്കിങ്ങനെ കൂമ്പാരമായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് പുസ്തകം. ചരിത്രത്തിൻ്റെ ശാസ്ത്രത്തിൽ MC വടകരാന്ന് പറഞ്ഞു. പ്രിൻ്റ് ചെയ്ത് അറിഞ്ഞിട്ടില്ല, ആരും ചോദിച്ചിക്കൂടില്ലെന്ന്. ഇങ്ങനെ ഞാൻ അതിശയം, എനിക്ക് രോഷവും എന്ന് സന്തോഷവും ഒരു എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു സംഗതിയല്ല. ഞാൻ കുട്ടിയാംസേൻ്റെ അടുത്ത് കയറി. മാനേജർ കുട്ടിയാംസേനെയൊക്കെ അറിയാം നേരിട്ട്. കുട്ടിയാം സാഹിബ് പോ തന്നെ ഞാൻ അസ്സലാമലൈക്കും ഇരിക്കുന്ന പറഞ്ഞ് ഒരു ചെക്കിങ് എടുത്തു. അതിനടുത്ത് എഴുതി വെച്ച ചെക്കാ 350 ഉറുപ്പ്യുണ്ട്. 350 ഉറുപ്പ്യ അന്ന് തിരക്കില്ലാത്തൊരു പൈസയാണ്. വേറെ ഒരു വസ്തു ഞാനൊരു പ്രതിഷേധം പറയാമെന്ന് വിചാരിച്ചു. സാർ എന്നോട് ചോദിക്കണ്ടേ, എന്നോട് ചോദിച്ചാൽ ഞാൻ അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ വരുത്തില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു അക്ഷരത്തെറ്റൊക്കെ ഉണ്ടല്ലോ ചന്ദ്രന്, അതെല്ലാം തെറ്റി തിരുത്താൻ പറ്റില്ലെന്ന് വിചാരിച്ച് പറയാൻ പോയ. ഒന്നും പറയാൻ കഴിയില്ല മൂപ്പരോട്. മൂപ്പർ വേഗം ഒരു ചെക്കിങ് എടുത്തത് ഞാൻ ബാങ്ക് കയറി പോരുകയും ചെയ്ത്. സന്തോഷം. ഒരു പ്രസ്ഥാനം വളരണമെങ്കിൽ സാംസ്കാരിക പ്രവർത്തകന്മാർ വേണം, കവികൾ വേണം, ഗായകന്മാർ വരണം. അത് എല്ലാ പ്രസ്ഥാനങ്ങളിലും പ്രഭാഷകന്മാർ വരണം, എഴുത്തുകാർ വരണം. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ വേണ്ടത്ര മുസ്ലിം ലീഗിനും ഉണ്ടായിരുന്നു. ലോകപ്രശസ്തരായ എഴുത്തുകാർ, വിശ്വവിഖ്യാതരായ മഹാകവികൾ,
ഒക്കെ ഇതിൻ്റെ ആരംഭകാലത്തുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ അടുത്ത് മഹാകവി ഇക്ബാലിനേക്കാൾ വലിയൊരു കവി ആരാ അന്നുണ്ടായിരുന്നു? മൗലാന ഹസ്രത്ത് മൊഹാനെ പോലെ വലിയൊരു കവി ആരാണുണ്ടായിരുന്നത്? അതുപോലെ എം ദുറാനിയെ പോലെയുള്ള സമീർ സിദ്ദീഖെ പോലെയുള്ള പത്രപ്രവർത്തകന്മാർ, പിന്നെ വലിയ 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 എഴുത്തുകാർ, ഇതൊക്കെ അക്കാലത്ത് ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മലയാളത്തിലുണ്ടായിരുന്നു മഹാകവി ഉബൈദൊക്കെ മുസ്ലിം ലീഗിന് വേണ്ടി ഗാനങ്ങൾ എഴുതിയ ആളല്ലേ. പ്രാദേശികമായിട്ട് ഒരുപാട് ഗാനരചയിതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധ്യമായ എല്ലാ കലാസാഹിത്യ രംഗങ്ങളിലും നമുക്ക് ആളുകൾ അക്കാലത്തുണ്ടായിരുന്നു. ബോംബെയിൽ ചെന്നൊക്കെ ബോംബെ ഫിലിം ലോകം എന്ന് പറഞ്ഞാൽ അതിൽ 90% ലീഗുകാരാണ്. അന്നത്തെ നൂർ മുഹമ്മദ് എന്നൊക്കെ ഒരു പ്രശസ്ത ഹാസ്യ കഥാപാത്രമുണ്ടോ, അയാളൊക്കെ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആളാണ് അക്കാലത്ത്. അതുപോലെ വനിതകളുടെ സാന്നിധ്യം മദ്രാസിൽ തന്നെ. ഇപ്പോൾ ഈയിടെ ഫാത്തിമ തഹ്ലിയെ പറ്റി ആരോ പറഞ്ഞു മുസ്ലിം ലീഗിലെ ആദ്യത്തെ വനിതാ എംഎൽഎ. ഞാൻ പറഞ്ഞല്ല, മദ്രാസ് സംസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന് 29 അംഗങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ ബീഗം അമീറുദ്ദീൻ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു. അവരേത് നവാബ് കുടുംബത്തേറ്റാണെന്ന് തോന്നുന്നു. അന്ന് തമിഴ്നാട് സംസ്ഥാനത്തിൽ MA പാസ്സായ ഒരേ ഒരു മുസ്ലിം സ്ത്രീ അവരായിരുന്നു. അവർ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ലീഡർ. ഇസ്മായിൽ സാഹിബ് ലീഡറും ബീഗം അമീറുദ്ദീൻ ഡെപ്യൂട്ടി ലീഡറായിരുന്നു. പിന്നെ ബീഗം അമീറുദ്ദീൻ്റെ പ്രസംഗം അസംബ്ലിയിലുണ്ട് എന്ന് കേട്ടാൽ രാജഗോപാലാചാരി എന്ത് ത്യാഗം സഹിച്ചിട്ടും അത് കേൾക്കാൻ വിരുദ്ധി. ആശുപത്രിയിൽ അത് പരിച്ചിട്ട് കിടക്കുന്ന അവസരത്തിൽ പോലും ബീഗം അമീറുദ്ദീൻ്റെ പ്രസംഗം ഉണ്ട് എന്ന് കേട്ടപ്പോൾ അയാൾ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നത് കേട്ടെന്ന് പറഞ്ഞു രാജാജി. ആ പ്രഗത്ഭ അവർ ഒരു പ്രസംഗം ഒരു പുസ്തകമാക്കാൻ കഴിയുന്ന ഒരു പുസ്തകം ആക്കാൻ കഴിയും. അവരെ പേര് മദ്രാസ് റോഡൊക്കെ ഉണ്ടല്ലോ, ബീഗം സാഹിബ റോഡ് കണ്ടില്ലേ ട്രിപ്പിളിക്കനിൽ. അപ്പോൾ അവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മുസ്ലിം ലീഗ് പാർട്ടി ലീഡർ ബീഗം ഐസാത്ത് റസൂലല്ലേ. ചൗധരി ഖലീഖുസ്സമാനായിരുന്നു ആദ്യത്തെ ലീഡർ. ഇവർ ഡെപ്യൂട്ടി ആയിരുന്നു. ഖലീഖുസ്സമാൻ പാകിസ്ഥാനിലൊക്കെ പോയപ്പോൾ പിന്നെ അവശേഷിക്കുന്ന ഡെപ്യൂട്ടി ലീഡർ ഇവരാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരം പ്രതിപക്ഷ നേതാവ്, ഭരണഘടനാ നിർമ്മാണ പ്രതിപക്ഷ ലീഗിൻ്റെ ബീഗം റസൂല. പിന്നെ അവർ കോൺഗ്രസിലേക്ക് പോയി, ഇപ്പം മരിച്ചും പോയി. അതൊക്കെ ഉണ്ട്. ഇപ്പം അതുപോലെ മുമ്പ് കാലത്ത് ബീഗം ഒരുപാടെണ്ണല്ലേ, ബീഗം ഷറഫുന്നിസ, പിന്നെ ബീഗം ഫിറോസ് ഖാൻ നൂൺ, ലേഡി ഫിറോസ് ഖാൻ നൂൺ, ഫാത്തിമ ജിന്ന, ബീഗം ലിയാഖത്ത് ഖാനൊക്കെ ഇവരെ പറ്റി ബീഗം ലിയാഖത്തിൻ്റെ ഒരു പുസ്തകങ്ങൾ കണ്ടിട്ടില്ലേ, ബീഗം സാഹിബ എന്നുള്ള. അതൊക്കെയാണ്. അപ്പോൾ വനിതാ നേതാക്കന്മാർ അക്കാലത്തുണ്ട്. വനിതാ വളണ്ടിയേഴ്സ് ഉണ്ട്. വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ വളണ്ടിയർക്കാർ, ലേഡീസ് വളണ്ടിയർക്കാരുടെ ഇവരെ നേവി, മുസ്ലിം ലീഗിൻ്റെ നേവി ഉണ്ടായിരുന്നു. അവർ നേവി എന്ന കപ്പലല്ല, നാവികസേന കൊണ്ട് അതിൻ്റെ വനിത, അതിൻ്റെ ഫോട്ടോ എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നേവൽ വിങ്. അതിലൊരു പെണ്ണുങ്ങളെ കുട്ടി പിടിച്ചിട്ട് വന്ന ഫോട്ടോയിലായിരുന്നു കാണുന്നത്. ഞാൻ കാണിച്ച എൻ്റെ പുതിയ ഇതില്ലേ പതിപ്പ്, നമ്മളെ ചരിത്രത്തിൽ 100 വർഷമായപ്പോൾ കാണിച്ചത്. സർവേന്ത്യ ലീഗിൻ്റെ ചരിത്രം പറയുമ്പോൾ ഇപ്പോൾ വളരെ ആധികാരികമായിട്ട് സർവേന്ത്യ ലീഗുമായി ബന്ധപ്പെട്ട് ചരിത്രം എഴുതിയ ആളാണ് MC. അപ്പോൾ എപ്പോഴും ആധികാരികമൊന്നുമല്ല, അത് അവിടെയുള്ള എന്നാലും നമുക്ക് കുറേ അധികം ഇപ്പോൾ ജിന്നാ സാഹിബിനെ കുറിച്ചായാലും വിഭജനത്തെക്കുറിച്ചായാലും ഒരുപാട് തെറ്റിദ്ധാരണകളും ഇപ്പോഴും ആക്ഷേപങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അതിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഒരു കൊല്ലത്തിൽ 60 പുസ്തകങ്ങൾ എഴുതുന്നു ജിന്നയെപ്പറ്റി. ഖായിദ് ആസം അക്കാഡമിൻ്റെ കറാച്ചിയിലെ ഒരു പ്രസിദ്ധീകരണശാലത്ത് ഡോക്ടർ റിസ്വാനുള്ള എന്ന അതിൻ്റെ ഡയറക്ടർ, അയാളുടെ ജീവിതത്തിൻ്റെ ജിന്നായുടെ സന്ദേശം പ്രചരിപ്പിക്കലാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞത്. അയാളുടെ നേതൃത്വത്തിൽ ശരാശരി 60 പുസ്തകങ്ങൾ ഒരു കൊല്ലത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഇത്രയധികം ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ട ആൾ ജിന്നയെപ്പോലെ വേറെ ആളില്ല. അതാണ് ഈ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിലൊക്കെ ഇപ്പോൾ സംഘപരിവാർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് ജിന്നയുടെ ലീഗാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കുക ചെയ്യാറ്. അവിടെ നമ്മൾ ഇപ്പോൾ 906 ഡിസംബർ 31 സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഒരു രൂപീകരണം നടന്ന ദിവസം. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് 948 മാർച്ച് 10. മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാപക ദിനം എന്നുള്ള നിലക്ക് 948 മാർച്ച് 10 നമ്മൾ ആചരിച്ചു വരുന്നത്. പക്ഷേ ഇതിൽ ചില ആളുകൾ പഴയ ലീഗ് തന്നെയാണ് പുതിയ ലീഗ്, ആ സ്ഥാപകദിനാണ് നമ്മുടെ സ്ഥാപകദിനാക്കേണ്ടതെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതെ പാപത്തിന് അക്കാഡമിക്കായിട്ടുള്ള എപ്പോൾ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ളൂ. അത് നമ്മൾ അവസാനിപ്പിച്ചത്, അത് പിരിച്ചുവിട്ട സാധനമല്ലേ, പിരിച്ചുവിട്ട സാധനം ഇതാക്കുന്ന
അതിന് ന്യായമില്ലല്ലോ. ഇത് 1948 മാർച്ച് 10 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജന്മം പ്രാപിക്കുന്നു. അപ്പോൾ അതെല്ലാം ജന്മദിനമായിക്കൊണ്ടാണ്, അതല്ലേ ശരി. ഇപ്പോൾ ജിന്നയെ കാട്ടിപ്പേടിപ്പിക്കുന്നത്, ജിന്നയെ കാട്ടിപ്പേടിപ്പിക്കാൻ കഴിയില്ല. ജിന്ന ഇവിടെ യഥാർത്ഥ ചരിത്രം പറയുക, അയാൾ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളല്ലേ. അംബാസിഡർ ഓഫ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നല്ല ജിന്നയെ പറ്റി പറഞ്ഞത്. അത് ആരാ പറഞ്ഞത്? ലീഗാറല്ല, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് പറഞ്ഞത്. അതേ പേരിലൊരു പുസ്തകം ഇത് സരോജിനി നായിഡു, സരോജിനി കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുന്ന അവസരത്തിലെ ഈ പുസ്തകം ജിന്നയെപ്പറ്റി. അങ്ങനത്തെ ആളെപ്പറ്റി പേടിപ്പിക്കുക. ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ ജിന്ന ഉണ്ടാക്കിയതല്ലേ. അല്ല, പിൽക്കാലത്ത് BJP നേതാക്കൾ തന്നെ പറഞ്ഞു. അരുൺ ഷൂരിയുടെ അദാനി പോയി അല്ല അദ്വാനി ഒരു എഴുതിയില്ലേ, ഇപ്പോൾ ഒരു സെക്യുലറിസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ എഴുതിയിട്ടില്ലേ. ഇവരെന്ത് പറയാനാ, വിവരമില്ലാത്ത പറഞ്ഞുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ ഈ വിഭജനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇപ്പോഴും ലീഗിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൈ കഴുകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. അതല്ലേ, അത് ചരിത്രത്തിൻ്റെ അനിവാര്യതകളിൽ ഒന്നായിരുന്നു വിഭജനം. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആശയം പണ്ടേ പൂർവികമായിട്ട്. മഹാഭാരതം ഞാൻ നേരത്തെ പറഞ്ഞു, മഹാഭാരതത്തിൻ്റെ എന്താ കഥ? വിഭജനത്തിൻ്റെ കഥയല്ലേ. 101 ആളുകളുടെ സഹോദരന്മാർ, കൗരവന്മാർ ഈ 5 അംഗങ്ങളുടെ ന്യൂനപക്ഷമായ പാണ്ഡവന്മാരെ വളരെ ബുദ്ധിമുട്ടിച്ച് സ്വന്തം വീട് പോലും തരില്ല എന്ന് പറഞ്ഞ അവസരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളെ പിതാവിൻ്റെ രാജ്യമല്ലേ, ഞങ്ങൾക്ക് കൊണ്ട് പകുതി കിട്ടേണ്ടതല്ലേ, എന്താ ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ ഓഹരി തന്നേക്കുന്ന പറഞ്ഞിട്ട് അത് കൊടുക്കില്ലാതെ പറഞ്ഞപ്പോൾ യുദ്ധം ഉണ്ടായി. എത്ര 30 ദിവസമായിട്ട് യുദ്ധം, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച്, 18 അക്ഷോഹിണികൾ, എത്ര 10,000 ഒരു അക്ഷോഹിണി അല്ലേ. അതൊക്കെ അതിൽ ഇതൊക്കെ മരിച്ച് മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ചത്തൊടുക്കിയല്ലേ. മഹായുദ്ധത്തിന് കാരണം എന്താ? വിഭജനത്തില്ലേ. ധർമ്മപുത്ര അങ്ങനെ വിഭജിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളെ രാജ്യം തെങ്ങക്കെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ആ യുദ്ധം തന്നെ ഉണ്ടാവില്ലല്ലോ. ഇന്ത്യയിൽ അത് സംഭവിക്കാതിരിക്കാൻ കാരണം എന്താ? ഇത് കൊടുത്തുകൊണ്ടല്ലേ, ഇത് വിഭജിച്ച് കൊടുത്തു. ഇല്ലെങ്കിൽ ആ യുദ്ധം പിന്നെ മഹാഭാരത യുദ്ധം വീണ്ടും ആരംഭിക്കൂലേ. ബർമ്മ ഇന്ത്യയിൽ വരുന്നില്ല, ബർമ്മ പോയില്ലേ. എന്നിട്ട് 1920 ബർമ്മ പോയിട്ട് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ ഭാരത മാതാവിനെ വെട്ടിമുറിച്ചെന്ന് ആരെയും പറഞ്ഞോ? അല്ല, ബർമ്മ ഒരു ബുദ്ധമത രാജ്യമാണ്. ബർമ്മ, ഭൂട്ടാൻ ഒക്കെ ബർമ്മ ബുദ്ധമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ബുദ്ധൻ്റെ ജന്മഭൂമി ഇന്ത്യയാണ്. ബുദ്ധൻ്റെ ജന്മഭൂമിയായ ഇന്ത്യയിൽ നിന്ന് ഒരു ബുദ്ധമത ഭൂരിപക്ഷ പ്രദേശം വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് വൈകാരികമായി അവർക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമില്ലേ. എന്നിട്ട് വിട്ടുപോയിട്ട് അന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ബർമയിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലും ബർമയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. അതൊക്കെ പോയപ്പോൾ അവർ കോൺഗ്രസ് ഒരു ചെറിയ പ്രമേയം മാത്രം പാസ്സാക്കി, മോശം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഭാരതമാതാവിനെ വെട്ടിമുറിച്ചൊന്നും അതൊന്നും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ വന്നത് മാത്രമാണ് വലിയ ആഘോഷമായിട്ട് പറയുന്നത്. അതായത് പ്രത്യേകിച്ചും ജിന്നയെ പ്രതിനായകനാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ്. ജിന്നത്തെ 70 വയസ്സ് 85 വയസ്സായിട്ട് ജീവിച്ചിട്ട് അയാൾ ഒരു കൊല്ലം പാകിസ്ഥാനിൽ ജീവിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഇന്ത്യയിൽ തന്നെ അയാൾ ജീവിച്ചത്. ബോംബെക്ക് ലാൽ എന്ന ജിന്നയെ പറ്റി പറയുന്നത്, ബോംബെയുടെ ഓമന. അയാളെ ഒസ്യത്തിൽ എഴുതി വെച്ച് അയാളുടെ സ്വത്തുക്കളുടെ 3-1 ബോംബെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനാണ്, കറാച്ചി യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനല്ല. പിരിഞ്ഞതിന് ശേഷവും പാകിസ്ഥാൻ ഉണ്ടായതിന് ശേഷമാണ് ജിന്നിൻ്റെ ഒസ്യത്ത് വരുന്നത്. ആ ഒസ്യത്തിൽ പറഞ്ഞ ഈ സ്വത്തിൻ്റെ 3-1 ബോംബെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണമെന്നാണ്. കറാച്ചിയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിന് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അതൊക്കെ തന്നെയല്ലേ. പിന്നെ ചരിത്രത്തിൻ്റെ അനിവാര്യതയായിരുന്നു. അത് രാഷ്ട്രീയ, അത് ചരിത്രത്തിൻ്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നൽ പിന്നീട് ഈ ജിന്ന സാഹിബിന് ഉണ്ടായിരുന്നു. അത് വെറുതെ പറയുന്നത്. അത് അങ്ങനെ ജിന്നയെപ്പറ്റി പറഞ്ഞ അയാൾ വളരെ ആലോചിച്ചിട്ടൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൽ മുന്നോട്ടില്ലാന്ന്. അത് സ്റ്റാൻലി വോൾപോട്ടിൻ്റെ പുസ്തകത്തിൽ വായിച്ചാൽ അത് മനസ്സിലായി. സ്റ്റാൻലി വോൾപോട്ട് പറയുന്നത്, ചിലർ അതിന് ഇംഗ്ലീഷിനോട് മറന്നുപോയി, ചിലർ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്നു, ചിലർ ചരിത്രത്തെ തന്നെ മാറ്റുന്നു. പക്ഷേ ഒരു ചരിത്രകാരനും ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജിന്ന ഇത് 3 നേടിയെന്നാണ്. ജിന്ന അച്ചീവ്ഡ് ഓൾ ദ 3 എന്ന് അതിൽ പറയുന്നുണ്ട് സ്റ്റാൻലി വോൾപോട്ട്. ചരിത്രത്തോടൊപ്പം നടന്നു, ചരിത്രത്തെ മാറ്റി എഴുതി, ചരിത്രത്തിലൊരു പുതിയ രാഷ്ട്രം ഉണ്ടാക്കി. അത് നേടിയ ലോകത്തിലെങ്കിലും ഒരു രാഷ്ട്രത്തിന് 20-ാം നൂറ്റാണ്ടിൽ ആരെയും കാണില്ല. 20-ാം നൂറ്റാണ്ടിൽ ലോകത്ത് ജീവിച്ച രാജ്യതന്ത്രജ്ഞന്മാരിൽ നമ്പർ 1 ജിന്നയാണ്. രണ്ടാമത്തെ കാണാൻ കഴിയില്ല അതിൽ. നേതാക്കന്മാരും രാഷ്ട്രീയക്കാരുടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കുകയും ചെയ്ത്, ചരിത്രം മാറ്റുകയും ചെയ്ത്, ചരിത്രത്തോടൊപ്പം നടക്കുകയും ചെയ്തു. അതാണ് അയാൾക്കുള്ള പ്രത്യേകത. ഈ ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഇപ്പോൾ പിന്നെ MC വായിച്ച ചരിത്രത്തിൽ നിന്ന്
പിന്നെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ആ രാജ്യം മാറിപ്പോയി. അതൊരുപാട് മാറിപ്പോയി. അതെ, BM കുട്ടിയെ പോലുള്ള ആളുകളുടെ ഹിസ്റ്ററി വായിച്ചത് മനസ്സിലാവും കുറച്ചുകൂടെ. അതായത് ഒരു 10-14 വർഷങ്ങൾക്ക് ശേഷം തന്നെ ജിന്ന സാഹിബ് പെട്ടെന്ന് മരിച്ചുപോയി എന്നുള്ളത് അതിൻ്റെ ഒരു കാരണമാണ്. ആശയങ്ങൾ അധികാര രാഷ്ട്രീയത്തിലേക്ക് പട്ടാള ഭരണത്തിൽ അത് ഇന്ത്യയിലെ മുസ്ലിം ലീഗിനുള്ള ഒരു മുന്നറിയിപ്പ്. ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു. പാകിസ്ഥാനിലെ ലീഗിന് എന്താണ് സംഭവിച്ചത് അത് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇപ്പം ഭരിക്കുന്ന ലീഗാണ്. ഇപ്പം പറഞ്ഞ ഷഹബാസിൻ്റെ പാർട്ടി ലീഗാ. അതെ അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ പാകിസ്ഥാൻ വലിയ തോതിൽ ജനാധിപത്യപരമായ അട്ടിമറിയിലേക്ക് പോയി, അല്ലെങ്കിൽ മതാധിപത്യ ഒരു കോൺസെപ്റ്റിലേക്ക് ചില ഘട്ടങ്ങളിൽ മാറി. അതായത് ജിന്ന സാഹിബിൻ്റെ കോൺസെപ്റ്റ് ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് ചെയ്യുന്നതൊക്കെ അവിടെ വരുന്നതെല്ലാം ഇപ്പം സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ വരുന്നതെല്ലാം ക്രിസ്ത്യാനികളായിരിക്കില്ലേ, അതുകൊണ്ട് ഒരു ക്രിസ്ത്യനാധിപത്യ രാജ്യം എന്ന് പറയാൻ പറ്റുമോ? അവിടെ ജനങ്ങൾ ഭൂരിപക്ഷം അതാണ്, അതുകൊണ്ട് അതായിരുന്നല്ലാണ്ട് അത് അന്യ സമുദായങ്ങളുടെ പേരിൽ ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുമ്പോഴാണ് വർഗീയത വരിക. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്നുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞില്ല. വർഗീയത വെറും പേര് കൊണ്ടല്ല വർഗീയത. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നല്ല പേരല്ലേ, നമ്മളതിനെ വർഗീയം എന്ന് പറയുന്നില്ലേ. ഇപ്പോൾ കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ എന്നുള്ള പേരില്ല, അതുകൊണ്ട് അത് ക്രിസ്ത്യൻ വർഗീയ കോളേജ് എന്ന് ആരെയും പറയുമോ? ഹിന്ദു പത്രമുണ്ട്, ഹിന്ദു പത്രമില്ലേ, മോഡേൺ ഹിന്ദു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ കോഴിക്കോട്ടില്ലേ, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. അതിൻ്റെ അർത്ഥം വർഗീയ ഹോട്ടലുണ്ട്, അതതിൻ്റെ പേര് അത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് പേരിടുന്നത്. MC-യോട് ചോദിക്കണമെന്ന് കരുതിയ ഒരു കാര്യം, അപ്പോൾ കശ്മീർ അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഈ പ്രദേശങ്ങളിലൊന്നും മുസ്ലിം ലീഗ് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം? മുസ്ലിം ലീഗുകളുടെ ഒരു മതസംഘടന എന്നുള്ള കല്യാണം ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുലമയൊക്കെ അവിടെ അല്ലാവാ. നമ്മളുടെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയം എന്നുള്ളതൊക്കെ അവിടെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയം അവിടെ ഭൂരിപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നത്. അവർക്ക് അതിൻ്റെതായ അത് മാത്രമല്ല, ഭരണഘടനയിൽ തന്നെ ഈ ലക്ഷദ്വീപിൽ പട്ടികവർഗത്തിൻ്റെ സ്റ്റാറ്റസാണ്. പട്ടികവർഗത്തിൻ്റെ സ്റ്റാറ്റസിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. നമ്മളവിടെ പോയിട്ട് ഓല അത് നിഷേധിക്കേണ്ട ബുദ്ധിമുട്ട് പ്രായോഗികമായിട്ട് നോക്കണ്ടേ. പിന്നെ കാശ്മീർ ഒരു അന്താരാഷ്ട്ര കുഴപ്പം നിൽക്കുന്ന സ്ഥലത്താണ്. അവിടെ പോയിട്ട് നമ്മൾ ചെന്നിട്ട് ആ കുഴപ്പത്തിന് മൂർച്ച കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രായോഗിക രാഷ്ട്രീയത്തിന് അതിന് മാത്രം ആയിട്ടില്ലല്ലോ ലീഗ്. അതുകൊണ്ടാണ് അങ്ങനെ തന്ത്രപരമായ സ്വീകരിച്ചത്. സുലൈമാൻ ഷെട്ട് സാഹിബ് അവിടെ പോയി ഉണ്ടാക്കി ലീഗ് അല്ലേ, അത് ആവശ്യമില്ലാത്ത പണിയാണ് പുറത്ത്. അപ്പോൾ ഒരു പറഞ്ഞ് ഞങ്ങൾ ഇവരെ മന്ത്രിയാക്കിയത്, നമ്മൾ പോലെ മുഖ്യമന്ത്രിയാക്കിയെന്ന് പറയുന്നില്ല. നമ്മളെ ആൾക്കാർ അറിയാണ്ട് പറയാം നമുക്ക് അയാളല്ലേ മന്ത്രിസ്ഥാനത്ത്, അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് നമ്മളല്ലേ. 57 മുഖ്യമന്ത്രി ആവുന്നു അങ്ങനെ നമ്മൾ കൊടുത്തിട്ടല്ലേ. നമ്മൾ ഇലക്ഷന് സഹായിച്ചെങ്കിൽ ഓടി ജയിക്കുമോ? ആലത്തൂരിൽ നിന്ന് ജയിച്ച R. കൃഷ്ണൻ എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ MLA പറഞ്ഞത് കൈവശം വെക്കാവുന്ന കൈവശ ഭൂമിയുടെ പരിധി 50 ഏക്കർ ആക്കണം. 50 ഏക്കർ ആക്കണം. അന്നേരം മുസ്ലിം ലീഗ് പറഞ്ഞത് പോരാ 15 ഏക്കറേ പറ്റുള്ളൂ, അതിലപ്പുറം പാടില്ലെന്നാണ്. അപ്പോൾ ജന്മിത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ പറഞ്ഞത്, R. കൃഷ്ണൻ പറഞ്ഞത്. അത് പാടില്ലാതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഈ ഭൂപരിഷ്കരണ നിയമം വന്നത്. എന്തായാലും ഈ സർക്കാർ സർവീസിലെ ദീർഘകാലം പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് സാധാരണ പാർട്ടി പ്രവർത്തനം മാറി നിൽക്കേണ്ടി വന്നൊരു കാലം കൂടി. അതുകൊണ്ടാണ് ഭാരവാഹി ഒന്നാകണ്ട ഇപ്പോൾ. അതാണ് അതൊരു സങ്കടം ഉണ്ടോ ഉള്ളിൽ? സങ്കടമല്ല, അങ്ങനെ ഒന്നുള്ളതുകൊണ്ട് ഇതൊക്കെ സാധിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഉപജീവനത്തിന് മാർഗ്ഗമില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നേതാവിൻ്റെ കൂടെ പോയിട്ട് ഓൻ്റെ ഒപ്പിച്ചേർന്ന് ഓൻ്റെ അവദാനങ്ങൾ പാടി എന്നിട്ട് ഇതുകൊണ്ട് എന്നൊക്കെ പറയും ജീവിക്കുന്നതിൽ വലിയ പ്രശ്നമല്ലേ. അന്ന് സ്ഥിരമായിട്ട് ഒരു സർക്കാർ ജോലിയുള്ളതുകൊണ്ട് ലൈഫ് സെറ്റായി. ഇവരാരെങ്കിലും മുനാശിക്കിൻ്റെ ആവശ്യം വന്നില്ലല്ലോ. അപ്പോൾ അയാളെന്തോ ഒരു പ്രസംഗത്തിൽ ഇപ്പോൾ ഞാൻ വിമത മന്ത്രിയുടെ വീരസ് എന്ന് മറ്റും ഒരു ലേഖനം എഴുതി, കുറച്ച് കടുപ്പ ഇവർ MC എന്ന് മറ്റും അന്ന് എഴുതി, പേരൊന്നുമില്ല. അപ്പോൾ അന്നത്തെ അഖിലേന്ത്യക്കാർക്ക് ഭയങ്കര വിരോധമായി. അപ്പോൾ ഓലിത് 12 ശതമാനത്തി ഓനെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, ഓനങ്ങനെ എഴുതാൻ പാടില്ല ഒന്നും. അപ്പോൾ ഇതിന് കേസായി, മെമ്മറാണ്ടും ഇതൊക്കെ പിരിച്ചുവിടാനുള്ള ഷോക്ക് നോട്ടീസില്ലേ.